ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ്കിച്ചൻക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജിയ. ഇന്ന് ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ മുരിങ്ങയില കൊണ്ട് നമ്മൾ കറി അതുപോലെ തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട്. മുരിങ്ങക്കായ കൊണ്ടും നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് വെറൈറ്റി ആയിട്ട് നമ്മൾ മുരിങ്ങ പൂ കൊണ്ടും അതുപോലെ മൂപ്പാകാത്ത മുരിങ്ങക്കായ കൊണ്ടും ഒരു വെറൈറ്റി തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, മുരിങ്ങക്കായ് പറിക്കാൻ പോകുമ്പോൾ അറിയാതെ കമ്പുകൾ പൊട്ടി വീഴാറുണ്ട്. അപ്പോൾ അതിൽ മൂപ്പാകാത്ത മുരിങ്ങക്കായും പൂവൊക്കെ നമ്മൾ കുറേ വേസ്റ്റാക്കി കളയാറുണ്ട്. അപ്പോൾ അതും നമുക്ക് തോരൻ പോലെ ഉണ്ടാക്കി കഴിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ തന്നെയായിരിക്കും അത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇത് കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഒരു കമ്പ് പൊട്ടി വീണപ്പോൾ അതിൽ നിന്ന് എടുത്ത പൂവാണിത്. അതുപോലെ മൂപ്പാകാത്ത മുരിങ്ങക്കായുമാണിത്. ഇത് നമ്മൾ ഒരു ദിവസം കഴിയുമ്പോൾ അത് വാടിപ്പോവും. അതങ്ങനെ കളയലാണ് നമ്മൾ സാധാരണ പതിവ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ചെറുതായി മുറിച്ച് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള തോരൻ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതിലുണ്ടായിരുന്ന മുരിങ്ങയില കൊണ്ട് നമുക്ക് പരിപ്പും മുരിങ്ങ ഇട്ടിട്ട് ഒരു കറിയും ഉണ്ടാക്കാം. ആദ്യം നമുക്ക് കറി വെക്കാനുള്ള പരിപ്പ് ഇടാം. പരിപ്പ് ഞാനിതിൽ 3 പിടി കുക്കറിൽ ആദ്യം ഒന്ന് വേവിക്കാൻ ഇടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വിടുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ പൂവൊക്കെ ഒന്ന് നന്നായി കഴുകി, അതിൽ ചെറിയ ചെറിയ പ്രാണികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് കഴുകി ഇതുപോലെ ചെറുതായിട്ട് മുരിങ്ങക്കായൊക്കെ നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. പയറൊക്കെ നമ്മൾ മുറിക്കുന്നത് പോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മുരിങ്ങപ്പൂവും കൂടെ ഇതേപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിടാം. ഇനി അതിലോട്ട് ആവശ്യം 1 കപ്പ് ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, 1 മുട്ട, ഒരു 1/2 കപ്പ് വരുന്ന പോലെ തേങ്ങ, ഉണക്കമുളക്, പച്ചമുളക് വേണമെങ്കിൽ എരിവിന് വേണമെങ്കിൽ ചേർത്താം, പിന്നെ കുറച്ച് വെളുത്തുള്ളി. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഉണക്കമുളകും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് വെളുത്തുള്ളി ഒരു 3-4 അല്ലികൾ വരുന്ന പോലെ വെളുത്തുള്ളിയും 1 കപ്പ് വരുന്ന പോലെ ചെറിയ ഉള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ട ഉപയോഗിക്കാത്തവർക്ക് ഇത് ഒഴിവാക്കാം. ശേഷം നമ്മൾ മാറ്റി വെച്ച 1/2 കപ്പ് തേങ്ങ ചിരകിയത് അതും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ നന്നായി ഒന്ന് മൂപ്പായി വരുമ്പോൾ നമുക്ക് ചെറുതായി മുറിച്ച് വെച്ച മുരിങ്ങക്കായും അതുപോലെ മുരിങ്ങപ്പൂവും അതിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ വെച്ച പരിപ്പ് വെന്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, 3 വിസിൽ വന്നതും നന്നായി ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. പരിപ്പ് നന്നായി ഒന്ന് ഉടഞ്ഞുന്ന പോലെ. ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര കറിയാണോ വേണ്ടത് അതിനനുസരിച്ച് അതിലോട്ട് വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് മുമ്പ് നമ്മൾ ഈ ഇല നന്നാക്കി വെച്ചതിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് വെക്കുന്നത് നമുക്ക് ഇലകളൊന്നും ഒട്ടാതെ കറിയിൽ തനിയായിട്ട് കിടക്കാൻ ഇതുപോലെ ചെയ്യാം.
ഇനി നമുക്ക് കറിൻ്റെ ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം ഇല ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് കറി വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇല ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ച് മാറ്റി വെച്ച ഇല അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇല ഇട്ടതിന് ശേഷം അധികം തിളക്കാൻ പാടില്ല. ഒരു തിള വരുമ്പോൾ തന്നെ നമുക്ക് തേങ്ങ, ഞാനിവിടെ ഒരു തേങ്ങ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കട്ടിക്ക് അനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒഴിച്ചതിന് ശേഷവും അധികം തിളച്ച് മറിയാൻ പാടില്ല. ഇലകൾ പച്ചക്ക് കിടക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ അതേപോലെ അങ്ങനെ നമുക്ക് അപ്പം തന്നെ അടുപ്പ് ഓഫാക്കാം. മുരിങ്ങപ്പൂവും അതുപോലെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് അടി പിടിക്കാതിരിക്കാൻ സഹായിക്കും. കണ്ടില്ല, മുരിങ്ങക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പരിപ്പും മുരിങ്ങൻ്റെ ഇല ഇട്ടിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇത് അവസാനമായി ഒന്ന് തൂമിച്ചെടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിലോട്ട് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി അതിലോട്ട് ഒരു അരക്കപ്പ് വരുന്ന പോലെ ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് തൂമിച്ചെടുക്കാം. ഉള്ളി വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഉണക്കമുളക് ഒരു 2-3 എണ്ണം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങ ഇല കൊണ്ടുള്ള പരിപ്പും മുരിങ്ങ ഇലയും കൊണ്ടുള്ള കറിയും അതേപോലെ തന്നെ മുരിങ്ങപ്പൂവും മൂപ്പാകാത്ത മുരിങ്ങക്കായും കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങപ്പൂവായാലും മുരിങ്ങ മരത്തിലെ എല്ലാ സാധനങ്ങളും നമുക്ക് നല്ല ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ മുടിക്കും എല്ലാറ്റിനും നല്ല ഗുണങ്ങൾ നിറഞ്ഞൊരു മരമാണ് മുരിങ്ങ മരം. അപ്പോൾ അതിലത്തെ പൂവോ കായോ ഒന്നും തന്നെ നമുക്ക് വേസ്റ്റ് ആക്കാതെ നമുക്ക് തോരനും ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. നെക്സ്റ്റ് വെനസ്ഡേ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.